ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, വൈദികനും തിരുസഭ പണ്ഡിതനുമായ വിശുദ്ധ ജെറോമിൻ്റെ തിരുനാളായിട്ടാണ് തിരുസഭ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത്. ഇന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെയൊക്കെ കൈകളിലുണ്ടെങ്കിൽ, ഭവനങ്ങളിലുണ്ടെങ്കിൽ, അതിന് നാം കടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ജെറോമിനോടാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വലിയ വിശുദ്ധന് മാർപ്പാപ്പ നൽകിയ വലിയ ഒരു ഉത്തരവാദിത്വമായിരുന്നു. ഭാഷാ പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ ഹീബ്രുവിൽ നിന്നും ഗ്രീക്കിൽ നിന്നും ബൈബിൾ തർജിമ ചെയ്യണം ലത്തീനിലേക്ക്. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഭാഷ ലത്തീനായിരുന്നു. 1-2 ദിവസങ്ങളോ വർഷങ്ങളോ അല്ല, നീണ്ട 18 വർഷങ്ങളാണ് വിശുദ്ധ ജെറോം ഈ ബൈബിൾ പരിഭാഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. അതിന് മറ്റാരുമായിട്ടുള്ള സംസർഗം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ബെത്ലഹേമിൽ യേശു പിറന്ന് എന്ന് കരുതപ്പെടുന്ന ഗുഹയ്ക്കുള്ളിൽ ഒറ്റയ്ക്ക് ഏകാന്തവാസം അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ 18 വർഷം, 25 വർഷം ആകെയുണ്ട്, അതിൽ 18 വർഷങ്ങൾ എടുത്തത് ഈ ബൈബിൾ പരിഭാഷ നടത്താൻ വേണ്ടിയാണ്. മറ്റാരുമായി സംസർഗമില്ലാതെ ഒരു സാധു സ്ത്രീ കൊണ്ടുവന്ന് കൊടുക്കുന്ന റൊട്ടി കഷ്ണവും വെള്ളവും മാത്രം കുടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ ഗുഹയിൽ ഏകാന്തവാസം ഇരുന്ന് ബൈബിൾ പരിഭാഷ നടത്തിയത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ത്യാഗമാണ് ഈ മനുഷ്യൻ ബൈബിൾ അത് വിവർത്തനം ചെയ്യാൻ എടുത്തത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ വിശുദ്ധ ജെറോമിനെ മറന്നു പോകരുത്. ഈ മനുഷ്യൻ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്: വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ എന്തറിയണം? വിശുദ്ധ ഗ്രന്ഥം വായിക്കണം, അറിയണം. അതുകൊണ്ട് എനിക്ക് ക്രിസ്തുവിനെ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എത്രത്തോളം വിശുദ്ധ ഗ്രന്ഥത്തെ നിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വിശുദ്ധൻ പറയുന്ന ഒരു കാര്യം, നീ എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുക, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിൻ്റെ അടുക്കൽ ദൈവമാകട്ടെ പിശാചാകട്ടെ ആര് വന്നാലും നിൻ്റെ ജീവിതം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച അവർക്ക് കാണാൻ സാധിക്കും. സ്വർഗസ്ഥനായ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുന്നത് പോലെ അവിടുത്തെ മക്കളായ നമ്മളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്ന് പ്രവർത്തനം നിർത്തുന്നുവോ അന്ന് നമ്മൾ മരിച്ചതിന് തുല്യമാണ്. പലരും ഇന്ന് മരിച്ചതുപോലെയാണ്. കാരണം എന്താ? നേരത്തെ തന്നെ നമ്മളുടെ ജീവിതവും സന്തോഷവും പ്രവർത്തനവും അധ്വാനവും ഒക്കെ മതിയാക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ വിശുദ്ധ ജെറോം പറയുന്നത് അപ്രകാരമുള്ളവർ മരിച്ചവരാ, അടക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ജീവിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ മാത്രമാണ് അവർ എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും വചനം പറയുന്നതനുസരിച്ച് നന്മ ചിന്തകളോടെ പ്രവർത്തിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ സ്വർഗം നമ്മുടെ സ്വന്തമായിട്ട് മാറും. അവസാനം ബെത്ലഹേമിലെ ആ ഗുഹയിൽ കിടന്ന് തന്നെയാണ് ഈ വിശുദ്ധൻ നിദ്ര പ്രാപിക്കുന്നത്. ഇനി വിശുദ്ധൻ്റെ തിരുനാളായി നാം ആഘോഷിക്കുമ്പോൾ ബൈബിൾ കൂടുതൽ ആഴത്തിൽ വായിക്കുവാനും ധ്യാനിക്കുവാനും ബൈബിളിൻ്റെ ചിന്ത അനുസരിച്ച് ജീവിക്കുവാനും നമുക്കും പരിശ്രമിക്കാം.